നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. നമ്മുടെ കേരളത്തിലെ പ്രമുഖമായിട്ടുള്ള IT കമ്പനികൾ അല്ലെങ്കിൽ ടെക്നോളജി കമ്പനികളിൽ, മൾട്ടിനാഷണൽ കമ്പനികളിൽ ജോലി നേടുവാനുള്ള ഒരു മികച്ച അവസരമാണ് ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. ഓർക്കുക, നമ്മുടെ കേരളത്തിൽ തന്നെ പ്രമുഖമായിട്ടുള്ള 3 ഗവൺമെന്റ് ടെക്നോളജി പാർക്കുകളുണ്ട്. നാം അറിയുന്ന പോലെ തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കും, കൊച്ചിയിൽ ഇൻഫോ പാർക്കും, കോഴിക്കോട് സൈബർ പാർക്കും ഒക്കെയാണ് ഗവൺമെന്റ് സൈബർ പാർക്ക്. ഇതുകൂടാതെ പ്രൈവറ്റ് മേഖലകളിലും പല ടെക്നോളജി അല്ലെങ്കിൽ ഇതേപോലെയുള്ള IT പാർക്കുകളുണ്ട്. ഉദാഹരണത്തിന് കോഴിക്കോട് തന്നെ UL സൈബർ പാർക്ക്, ഊറാറിൻഡൽ സൊസൈറ്റിയുടെ, അതല്ലെങ്കിൽ കൊച്ചിയിൽ വന്നാൽ സ്മാർട്ട് സിറ്റി, അതേപോലെ തന്നെ സ്പെഷ്യൽ എക്കണോമിക് സോൺ. ഇവിടെയൊക്കെ ആയിരക്കണക്കിന് IT കമ്പനികൾ, ടെക്നോളജി കമ്പനികൾ കേരളത്തിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ കമ്പനികളിലെ ജോലികളിലേക്ക് എത്തുവാനുള്ള ഒരു മികച്ച അവസരമാണ്, ഒരു സൗജന്യ അവസരമാണ് ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. ഏതാണ്ട് 100ഓളം കമ്പനികൾ, ഉദാഹരണത്തിന് TCS, ടാറ്റ LXC, UST ഗ്ലോബൽ, EY ഇങ്ങനെയുള്ള കമ്പനികളിലാണ് ഈ ഒരു പ്രവർത്തനത്തിൽ പങ്കാളികളാകുന്നത്. ഈ ഒരു പ്രവർത്തനത്തിന്റെ പേര് ലോഞ്ച് പാഡ് കേരള 2024 എന്നാണ്. ഇതൊരു 21 ഡേ ചലഞ്ചാണ്. ഓൺലൈനിലൂടെ തന്നെ നിങ്ങൾക്ക് എടുക്കാവുന്ന ഒരു ചലഞ്ചാണ്. ഇവിടെ ലേണിംഗ് ഉണ്ട്. ലേണിങ്ങിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ചില 3 ലെവൽസ് ഓഫ് ചലഞ്ചുകൾ തരും. നിങ്ങളുടെ കഴിവനുസരിച്ച് ഈ ചലഞ്ചുകളിൽ പങ്കെടുത്തുകൊണ്ട് അതിലെ നിങ്ങളുടെ സ്കോർ വെച്ചിട്ടാണ് ഈ കമ്പനികളൊക്കെ ഹയറിംഗിലേക്ക് വരുന്നത്. ഓർക്കുക, ഞാൻ ഈ സൂചിപ്പിച്ച കമ്പനികൾ മാത്രമല്ല, കേരളത്തിലെയും കേരളത്തിന് വെളിയിലുമൊക്കെയുള്ള പല മൾട്ടിനാഷണൽ കമ്പനികളും ഈ ചലഞ്ചിന്റെ ഭാഗമാകും എന്നാണ് സൂചിപ്പിക്കുന്നത്. കമ്പനികളുടെ ലിസ്റ്റൊന്നും ഇവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല. എന്നാൽ പല പ്രമുഖ കമ്പനികളും, പ്രത്യേകിച്ച് കേരളത്തിലെ പ്രമുഖ IT കമ്പനികളൊക്കെ ഇതിൽ പങ്കെടുക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഒരു ചലഞ്ച്, അതായത് ലോഞ്ച് പാഡ് കേരള 2024, ഈ ഒരു ചലഞ്ച് ഓർഗനൈസ് ചെയ്യുന്നത് കേരളത്തിലെ IT കമ്പനികളുടെ ഒരു കൂട്ടായ്മയാണ് GTech, അവരുടെ മ്യൂ ലേണും, അതേപോലെ തന്നെ IEEE അതേ കൂടിയാണ് ഈ ഒരു ചലഞ്ച് സംഘടിപ്പിക്കുന്നത്. കേരള നോളജ് എക്കണോമി മിഷൻ പോലെയുള്ള സംഘടനകളും ഇതിന്റെ ഭാഗമാണ്. അപ്പോൾ ഇവരുടെ ഈ ലോഞ്ച് പാഡ് 24, ലോഞ്ച് പാഡ് കേരള 24 ആദ്യം ഈ 21 ദിവസത്തെ ചലഞ്ചിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. അവിടെ പല ലേണിംഗ് സാധ്യമാവും, സൗജന്യമായിട്ട് ആ കാര്യങ്ങളൊക്കെ സൗജന്യമാവും. അതേപോലെ തന്നെ അവരുടെ ചലഞ്ചുകളിൽ പങ്കെടുത്തുകൊണ്ട് നിങ്ങൾക്ക് പെർഫോം ചെയ്യുവാനായിട്ട് കഴിയും. അതിനുശേഷം അതിലെ ടോപ്പ് പെർഫോമേഴ്സിന് വേണ്ടിയിട്ട് മെയിൽ തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിലും, കൊച്ചി ഇൻഫോ പാർക്കിലും, കോഴിക്കോട് സൈബർ പാർക്കിലും വെച്ചിട്ട് ഒരു ജോബ് ഫെയർ സംഘടിപ്പിക്കുന്നുണ്ട്. അതിലൂടെ ഈ കമ്പനികളിലെ അവസരങ്ങളിലേക്ക് എത്തുവാനായിട്ട് കഴിയും. അപ്പോൾ ക്വാളിഫിക്കേഷൻ ബേസ്ഡ് ആയിട്ടല്ല, മറിച്ച് നിങ്ങളുടെ സ്കില്ല് ബേസ്ഡ് ആയിട്ട് ഈ പ്രമുഖ കമ്പനികളിലെ വളരെ മികച്ച ജോലികളിലേക്ക് എത്തുവാനുള്ള ഒരു കിടിലൻ അവസരമാണ് ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു അവസരം മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ മിക്കവാറും എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതേപോലെയുള്ള തൊഴിൽ അവസരങ്ങൾ അല്ലെങ്കിൽ കരിയർ അറിവുകളൊക്കെ നിങ്ങൾക്ക് ലഭ്യമാവും. കൂടുതൽ തൊഴിൽ അവസരങ്ങൾ തരുന്നവരാണെങ്കിൽ jobsbridge.com എന്ന നമ്മുടെ സൈറ്റ് സന്ദർശിക്കാം. അതല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെയോ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ കൂടെയോ ഒക്കെ ജോലി തേടാം. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. അപ്പൊ നമുക്ക് ഈ ലോഞ്ച് പാഡ് കേരള 2024 ഡീറ്റെയിൽസ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നിട്ട് മനസ്സിലാക്കാം. ഈ സൈറ്റിന്റെ ഒക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരാനായിട്ട് കഴിയും. ഇവിടെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും കാൻഡിഡേറ്റ്സിന് രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഒക്കെ നൽകിയിട്ടുണ്ട്. അതെങ്ങനെയാണെന്നൊക്കെ ഞാൻ പിന്നാലെ സൂചിപ്പിക്കാം. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ഈ അബൌട്ട് എന്നുള്ള ഓപ്ഷൻ എടുക്കാം. ഇതെടുത്ത് കഴിയുമ്പോൾ ആരാണ് ഇത് കണ്ടക്ട് ചെയ്യുന്ന ആ കാര്യങ്ങളും 2023 ഇവരുടെ ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ട്. ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചു IEEEയുടെ കേരള സെഷനും, അതേപോലെ GTech എന്ന് പറഞ്ഞാൽ കേരളത്തിലെ IT കമ്പനികളുടെ ഒരു കൂട്ടായ്മയാണ്. പ്രത്യേകിച്ച് ടെക്നോ പാർക്കിലെയൊക്കെ IT കമ്പനികൾ കൂട്ടായ്മയാണ്. അവരുടെ മ്യൂ ലേണും ഒക്കെ കൂടിയിട്ടാണ് ഈ ഒരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുന്നത്. കേരള സ്റ്റാർട്ടപ്പ് മിഷനൊക്കെ കേരള സ്റ്റേറ്റ് എക്കണോമി മിഷനൊക്കെ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇവരുടെ കഴിഞ്ഞ വർഷത്തെ പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽസ്, അതായത് 2023 ഈ ലോഞ്ച് പാഡിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവരുടെ സൈറ്റിലുണ്ട്. താല്പര്യമുള്ളവർക്ക് അതൊക്കെ പോയിട്ട് പരിശോധിക്കാവുന്നതാണ്. നമുക്ക് ഏതായാലും ഇതിന്റെ അപ്ഡേറ്റ്സ് ഒന്ന് ഇവിടെ നൽകാം. നേരത്തെ ഇവരുടെ ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ മെൻഷൻ ചെയ്ത ഒരു ലിങ്ക് ഉണ്ടായിരുന്നു. അതിപ്പോൾ ഈ സൈറ്റിൽ കാണുന്നില്ല. അപ്ഡേറ്റ്സ് എന്നിൽ ക്ലിക്ക് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. ഓർക്കുക, ഈ റിക്രൂട്ടേഴ്സ് എന്നുള്ളത് ഏതൊക്കെ റിക്രൂട്ടേഴ്സ് ആണെന്നുള്ളത് ഇവരിവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. അത് പിന്നാലെ വരും എന്നാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ ഈ ടെക്നോ പാർക്കിലെയും ഇൻഫോ പാർക്കിലെയും സൈബർ പാർക്കിലെയും ഒക്കെ 100ഓളം കമ്പനികൾ ഇതിൽ പങ്കെടുക്കുമെന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, ഇവരുടെ ഒരു ലോഞ്ച് സെമിനാറിൽ ഇവർ സൂചിപ്പിച്ചത് TCS, UST ഗ്ലോബൽ, ടാറ്റ LXC,
EY ഇങ്ങനെയൊക്കെയുള്ള പ്രമുഖ കമ്പനികൾ പങ്കെടുക്കും എന്നുള്ളതാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഇവിടെ ലഭ്യമാകും. നമുക്ക് ഈ അപ്ഡേറ്റ്സിൽ പോയിട്ട് ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കാം. ഇവിടേക്ക് വന്നാൽ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ എങ്ങനെ രജിസ്റ്റർ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അത് ഇവിടെ ഒരു ലിങ്ക് നൽകുന്നുണ്ട്, രജിസ്ട്രേഷൻ ലിങ്ക്. അത് ക്ലിക്ക് ചെയ്തിട്ട് വേണം രജിസ്റ്റർ ചെയ്യാനായിട്ട്. രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇമെയിൽ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തതായിട്ട് കിട്ടും എന്നാണ് സൂചിപ്പിക്കുന്നത്. ആ രജിസ്ട്രേഷൻ പ്രോസസ്സ് ഞാൻ കാണിച്ചു നൽകാം. അതുകൂടാതെ ഇവരുടെ ഈ GTech മ്യൂലേണിന്റെ ഡിസ്കോഡിൽ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യണം. അപ്പോൾ അതിൻ്റെയും ഡീറ്റെയിൽസ് ഇവിടെ നൽകുന്നുണ്ട്, അതും ഞാൻ ഒന്ന് പിന്നാലെ കാണിച്ചു തരാം. അതിലൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് 21 days ഓഫ് ചാലഞ്ചാണ്. ആക്ച്വലി ഈ ചാലഞ്ചുകളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെയും നിങ്ങൾ ഈ വീഡിയോ കാണുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യുവാനായിട്ട് കഴിയും. അപ്പോൾ ഈ 21 days ചലഞ്ച് കൂടുതലും 3 ലെവലുകളിലുള്ള ചലഞ്ചുകളായിരിക്കും. ഫൗണ്ടേഷൻ ലെവൽ ആൻഡ് ഇൻട്രഡക്ഷൻ ഉണ്ട്, അതേപോലെ സ്പെഷ്യലൈസ്ഡ് ലേണിംഗ് പാത്സ് ആൻഡ് ചലഞ്ചസ് ഉണ്ട്, ഇൻഡസ്ട്രി ക്യൂറേറ്റഡ് ചലഞ്ചസ് ആൻഡ് ഹാക്കത്തൺസ് ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ സ്കിൽ അനുസരിച്ച്, നിങ്ങളുടെ കഴിവുകൾ അനുസരിച്ച് ഈ ചലഞ്ചുകളിൽ പങ്കെടുക്കുവാനും അതിൽ നിങ്ങൾക്ക് കിട്ടുന്ന സ്കോറുകൾ അനുസരിച്ചായിരിക്കും ഇവിടെ ഹയറിങ് കമ്പനികൾ നടത്തുക. ഓർക്കുക, ഇവിടെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ബേസ് ചെയ്തിട്ടല്ല, സ്കിൽ ബേസ്ഡ് ഹയറിങ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു ചലഞ്ചുകളിലൊക്കെ നിങ്ങളുടെ പെർഫോമൻസ് ബേസ് ചെയ്തിട്ടായിരിക്കും കമ്പനികൾ ഹയർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നൽകുന്നുണ്ട്. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവരുടെ രജിസ്ട്രേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ലിങ്ക് ലഭ്യമാവും. ഇവിടെ വന്നിട്ട് വേണം നിങ്ങൾ രജിസ്റ്റർ ചെയ്യുവാനായിട്ട്. ഇവിടേക്ക് വന്നാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും രജിസ്ട്രേഷൻ പ്രോസസ് എങ്ങനെയായിരിക്കും എന്നുള്ളത്. ആദ്യം നിങ്ങൾ DWMS പ്ലാറ്റ്ഫോമിൽ പോയിട്ടൊന്ന് രജിസ്റ്റർ ചെയ്യണം. ഇവിടെ ക്ലിക്ക് ചെയ്താൽ ആ പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങൾക്ക് എൻട്രി കിട്ടും. DWMS എന്ന് പറഞ്ഞാൽ കേരള നോളജ് എക്കണോമി മിഷന്റെ ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യുന്നതിലൂടെ അവിടെ തന്നെ ലഭ്യമായിരിക്കുന്ന ഒട്ടനവധി ജോലി അവസരങ്ങളിലേക്കൊക്കെ എത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ DWMS പ്ലാറ്റ്ഫോം ഓപ്പൺ ആവും. ഇതാണ് DWMS പ്ലാറ്റ്ഫോം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ലോഗിൻ ഒക്കെ ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് ചെയ്തിട്ട് ഇവിടെ ഒരു ജോബ് കോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് 29580. ആ 29580 എന്നുള്ള ജോബ് കോഡിൽ ഇതിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ലോഞ്ച് പാഡ് കേരള 2024. അപ്പോൾ അവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ നൽകുന്നുണ്ട്. ഞാൻ മുമ്പ് സൂചിപ്പിച്ച ഈ ചലഞ്ചിന്റെ കാര്യങ്ങളും ഒക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവരിവിടെ സൂചിപ്പിക്കുന്നുണ്ട് ഈ ചലഞ്ച് കൂടാതെ ഒരു ഓൺലൈൻ ആപ്റ്റ്യൂഡ് ടെസ്റ്റ് കാണും. അത് കഴിഞ്ഞിട്ട് ഫൈനലൈസ് റിസൾട്ട് ഇവരെ അനൗൺസ് ചെയ്യും. ഫൈനൽ ഇന്റർവ്യൂസ് പിന്നാലെ നടത്തും. ആ കാര്യങ്ങളൊക്കെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അവർക്ക് ഫൈനൽ ഇന്റർവ്യൂവിന്റെ ഡേറ്റ്സ് ഞാൻ ഒന്ന് സൂചിപ്പിക്കാം. നിങ്ങൾക്ക് ഇവിടെ കന്നാൽ കാണാനായിട്ട് സാധിക്കും. മെയ് 6 ടെക്നോ പാർക്ക് തിരുവനന്തപുരം, 8 ഇൻഫോ പാർക്ക് കൊച്ചി, 10 കോഴിക്കോട് സൈബർ പാർക്കിലുമായിരിക്കും ഇവരുടെ ഈ ജോബ് ഫെയറുകൾ സംഘടിപ്പിക്കുക എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത് അവിടെ ആ ഫൈനൽ ഇന്റർവ്യൂകളിൽ കൂടെ നിങ്ങൾക്ക് ഈ ജോലിയിലേക്ക് എത്താനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടെ അപ്ലൈ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യണം. ഇതാണ് ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്, DWMS പ്ലാറ്റ്ഫോം. അത് കഴിഞ്ഞിട്ട് ഈ ലോഞ്ച് പാഡിന്റെ സൈറ്റിലെ ആപ്ലിക്കേഷനാണ്. അത് നിങ്ങൾക്ക് ഇവിടെ നെക്സ്റ്റ് അടിച്ചിട്ട് ഇവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. അത് കഴിഞ്ഞാൽ ഇവരിവിടെ സൂചിപ്പിക്കുന്നത് കാൻഡിഡേറ്റ്സ് വിൽ റിസീവ് ആൻ ഇമെയിൽ ഫ്രം ദ ലോഞ്ച് പാഡ് കേരള. അങ്ങനെയുള്ളവർക്ക് ഒരു ഇമെയിൽ കിട്ടും. എന്നിട്ട് ബാക്കി പ്രോസസ്സുകൾ 48 മണിക്കൂറിനുള്ളിൽ ഇമെയിൽ കിട്ടും എന്നാണ് സൂചിപ്പിക്കുന്നത്. ബാക്കി പ്രോസസ്സുകളൊക്കെ അവിടെ മെൻഷൻ ചെയ്യും. ഞാൻ മുമ്പ് സൂചിപ്പിച്ചു ഇവരുടെ ഒരു ഡിസ്കോഡ് പ്ലാറ്റ്ഫോമിൽ ഇതിന്റെ ഡീറ്റെയിൽസ് ഉണ്ടെന്ന്. ആ ഡിസ്കോഡ് പ്ലാറ്റ്ഫോമിന്റെ ലിങ്ക് അതാണ് നമ്മൾ ഇവിടെ കണ്ടത്. ആ ലിങ്കിൽ ഇവിടെ ഒരു ലിങ്ക് ഇവരെ ഇവിടെ നൽകുന്നുണ്ട്. ഈ ഒരു ലിങ്ക് ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തും. അപ്പോൾ ഇവിടെ ബാക്കി കാര്യങ്ങളുണ്ട്. ഇവിടെ ലീഡർ ബോർഡ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. നല്ല പെർഫോമൻസിന്റെ ഒക്കെ ലീഡർ ബോർഡിൽ അവരുടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ബാക്കി കാര്യങ്ങളെല്ലാം ഇവിടെ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഇവിടെ വന്നിട്ട് ആ കാര്യങ്ങളൊക്കെ പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ ഒരിക്കൽ കൂടി സൂചിപ്പിക്കട്ടെ, ഈ ലോഞ്ച് പാഡ് കേരളയുടെ വെബ്സൈറ്റ് ലിങ്ക് ഒക്കെ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട്. അതിൽ വന്നിട്ട് ഇവിടെ വന്നിട്ട് നിങ്ങൾ അതിന്റെ ബേസിക് രജിസ്ട്രേഷൻ നൽകി മുന്നോട്ടേക്ക് പോവുക. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സിനെ വ്യൂവേഴ്സിനൊക്കെ അനുയോജ്യമെന്ന് തോന്നിയ ഒരു അവസരം ഞാൻ കണ്ടെത്തി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഇതിൻ്റെയൊക്കെ കൃത്യമായ വിവരങ്ങൾ ഈ ലോഞ്ച് പാഡ് കേരളയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്, അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ പോയി മനസ്സിലാക്കി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവിടെ സൂചിപ്പിക്കുന്ന പോലെ രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുക. ഏതായാലും ഈ ഒരു വീഡിയോ അത് പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.